തോന്നലായി. കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി. കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാനിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാനിവില്ലാണു നീ. ഇളയ മോളെ കൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. ഈ സമയത്ത് എന്നാ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. ഞങ്ങളുടെ പപ്പായ്ക്ക് ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച്. ഒരുപാട് ഇളയ മോളാണ്, ആലോചിച്ച് ഞങ്ങൾ വളർത്തി ഇന്ന് ഈ നിലയിലെത്തി. ദൈവം ഇത് ഇത്രമാത്രം സഹായിച്ചതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഞങ്ങളുടെ ഒരു ബോണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. ഒന്നിനെക്കുറിച്ചും ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് വളർന്നത്. അന്നും ഇന്നൊക്കെ ഒരുപോലെയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പപ്പാനെയാണ്. പപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, പക്ഷെ പപ്പയ്ക്ക് ഈ സന്തോഷങ്ങൾ കാണാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ദൈവത്തോട് ഒരു പരാതിയില്ല. കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. റെബിനും ജസ്റ്റിനും തമ്മിൽ അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇവർ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ വണ്ടറായിപ്പോയി. കാരണം കൊച്ചിനെ കുറിച്ച് നമ്മളങ്ങനെ ഒന്നും അറിയുന്നില്ല, ഫോൺ വിളിച്ച് പോലും കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് സന്തോഷം. എന്താ പറയുക, റെബിൻ ഭയങ്കര കൂട്ടാണ്, നന്നായിട്ട് വർത്താനൊക്കെ പറയും. ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അവളുമായിട്ട് കളിച്ചു കഴിഞ്ഞ കാലം മുതൽ ഞങ്ങളുടെ അടുപ്പമാണ്. അതുപോലെ തന്നെ പപ്പ മരിച്ച ശേഷം അവൾ കൂടുതലും അറ്റാച്ച്മെൻറ്റ് എന്നോടുമായിട്ടാണ്. ഈ സമയത്തിൽ അതിയായ സന്തോഷമുണ്ട് അല്ലേ? അതെ, ഞാൻ എന്നെ കെട്ടിച്ച് ഇവിടെ വന്നപ്പം മുതൽ അവൾ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് എന്ത് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യമാണ്, എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ അവളോട് അഭിപ്രായം ചോദിക്കും. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ വന്നത് ഒരു വേറൊരു വീട്ടിലോട്ട് വന്ന് കയറിയ പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇവിടെ എല്ലാവരും ആ ഒരു രീതിയിലായിരുന്നു എന്നെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ കൊച്ചിനെ പറഞ്ഞു വിടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ്. പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാൻ പരിശുദ്ധാത്മാവിൽ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നന്മയില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. നന്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അതിന്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ശിക്ഷിക്കുന്ന പോലെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ
നിൻ സുവിശേഷം ഭൂകിരണം ചൊരിയട്ടെ. നിൻ സുവിശേഷം ഭൂകിരണം ചൊരിയട്ടെ. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരക അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരൂ. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി. ഞാനില്ല, നീയില്ല, നമ്മളൊന്നായി. ഓരോരോ രാവുകളും മോഹനമായി. നാം ഒഴുകി സ്നേഹമായി, പ്രിയതരമായി ഒഴുകി പ്രണയമായി. മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാലിവില്ലാണു നീ. മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാലിവില്ലാണു നീ. Everything is elegant, colorful and porcelain. We'll never feel this way again. We'll never feel this way again. Everything is eloquent, beautiful and innocent. I wanna feel this way again. I wanna feel this way again. For you I'd fight and fall. For you I'd fight and fall. For you I'd fight and fall. Oh, oh. For you I'd fight and fall. For you I'd fight and fall. ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിന് പിടിക്കാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചതിൽ ഇസഹാക്കിന്റെ ഭാര്യയുടെ കർത്താവ് വഴിയൊഴിഞ്ഞ കർത്താവ് വിവാഹ വാഗ്ദാനം തന്നിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാൻ വിശുദ്ധമായ കർത്താവിനെ തേടി നോക്കൂ.
നന്മകൾക്കും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവമായി ഞങ്ങളെ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ഗുണങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിൽ തിന്മയിൽ നാവിനെയും വ്യാജഭാഷത്തിനാദരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്ന് അകന്ന് നന്മ ചെയ്ത് സമാധാനം നേടി അവനെ പിന്തുടരുകയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം എന്നേക്കുമാമേൻ. ഇസ്ഹാക്കിനെ കലത്താൽ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ എളിമനാഥനെ പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾക്കിടയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകൾ നിറഞ്ഞ് മുടിച്ചുകൊടുക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണേ. അങ്ങ് സകലത്തിനെ നാമം സൃഷ്ടാവാകുന്ന പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, ന്യായത്തിൽ നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവനായ ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുടെ നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഇരുളെല്ലാം നീക്കിടുവാൻ ആധാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ദയയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ദയയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ സുവിശേഷം ഭൂമിയിലും ചൊരിയട്ടെ. അങ്ങയോട് മക്കളുടെ അങ്ങോടുകൂടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്നെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിൽക്കും. ഇതിനാൽ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളെ കുടികളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കണം. ഞങ്ങളുടെ അങ്ങയുടെ ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അംഗീകൃതമായ ജീവിതം നയിക്കുവാനും ഇവർക്ക് നൽകുന്ന ഇവരെ സ്നേഹത്വമായി സംരക്ഷിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവായ സംരക്ഷകനായ ശരിയായ അറിവോടും സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഞാൻ വാഗ്ദാനം ചെയ്യുമെന്ന് ഏറ്റുപറയണം. സാക്ഷികൾ ഞങ്ങൾ സാക്ഷികളാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുക. ചോദിക്കുന്ന സമയത്ത് പറയുന്നോട് അനുസരിച്ച് വിവാഹമെന്ന കൂടാശയിലൂടെ അൽഫോൻസയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. തിരുസഭയുടെ നടപടികളനുസരിച്ച് വിവാഹമെന്ന കൂടാശയിലൂടെ സെബാസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികളോട് ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തി നിങ്ങളെ
വിശുദ്ധ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Everything feels new again. Muted tones and violence. I never looked this way again. Never looked this way again. Darling, you look delicate. Face it, I just can't forget. I wanna feel this way again. I wanna feel this way again. For you I fight and fall. 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 For you. For you. Today to celebrate the beautiful union of two souls and two families. As we embark this joyous moment, the engagement ceremony of Rebin and Jesna, let's join together in love, blessing, happiness to witness the beginning of lifeful journey filled with dreams, promises, and togetherness. Now, two hearts, two souls, and one beautiful journey. Let's now invite our lovely bride-to-be Jesna and charming groom-to-be Rebin to come onto the stage and stand together in love, dreams, and endless beginning. സോ ഈ പുതിയ ജീവിതത്തിലെ ചേച്ചിയുടെ ജീവിതത്തിന്റെ തുടക്കം തൊട്ടുള്ള ഒരാളെ ഞാൻ ക്ഷണിക്കുന്നു. ചേച്ചിയുടെ സ്വന്തം അമ്മ സിസ്ലി ആന്റി.
her husband, Vishti. Please come to the stage. Reni is an engineer. Vishti, sorry. Reni is an engineer and Vishti is GM of the Hotel Cannon in Kannur. They are blessed with their kid Mika. വിവാഹ നിശ്ചയത്തിന്റെ ആദ്യത്തെ ചടങ്ങ് ദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. ദീപത്തിന്റെ പ്രകാശവും നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹവും ആശംസകളും എല്ലാം സമൃദ്ധിയായി ചേർന്നുകൊണ്ട് ഈ പുതിയ ജീവിതത്തിന്റെ ആരംഭത്തിൽ വഴികാട്ടിയായി തിരികൾ മാറട്ടെ. Now we move to the one of the most auspicious moment of today's celebration, the lamp lighting ceremony. Lighting this lamp symbolizes the beginning of a new journey filled with light, love, happiness and prosperity. As we light the sacred flame, may it guide our couple Rebin and Chesna towards the life of joy and togetherness. വിണ്ണിലൊരു ബാൻഡടി കൊമ്പുകുഴൽ കോൽക്കളി ഇടവക പള്ളിയിൽ വരിയായി വെൺമേഘം പുഞ്ചവയിൽ കതിരുമായി കുഞ്ചിവരും പ്രാവുകൾ വെള്ളിമണൽ പായയിൽ നുരയും പാൽച്ചിരി കാലത്തെ ഓരത്ത് പൂക്കൾ വിൽക്കണ പൂക്കാരി വാനത്തുതിച്ചത് മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്യപ്പൂങ്കുയിലാണേ ഇനി പാറി പാറക്കണം പാട്ടൊന്നു പാടണം കൂടെ ഇരിക്കാൻ വാ എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീടില്ല കിട്ടാ പോവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഇവരെന്നെ തല്ല് കിട്ടിയ സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ ഒരു ചാറുണ്ടായിരുന്നു വലിയൊരു 200 ലിറ്റർ. അതിനകത്ത് ഇവർ രണ്ടും കൂടെ കയറിയിട്ട് ഞാൻ ഉരുട്ടി. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കുറെ ജിസ്മിനെ കൊച്ചിനെ ഞാൻ ഉരുട്ടിയപ്പോൾ ഇവർക്ക് കുറച്ച് പരിഗ പറ്റി. അതായത് പപ്പായും മമ്മി പള്ളി പോയിരുന്ന സമയമായിരുന്നു. വന്നപ്പോ തല്ല് മൊത്തം നീർമണി ഇന്നതിലെ പുഞ്ചിരി ഇളനീരമൃത് പോൽ നിറയും ഉല്ലാസം വാടാതെ മായാതെ നേരായി മിന്നണം എഴുകുതിരികൾ മാനത്തുതിച്ചത് മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്യപ്പൂങ്കുയിലാണേ ഇനി പാറിപ്പറക്കണം പാട്ടൊന്നു പാടണം കൂടെ ഇരിക്കാൻ വാ എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീടില്ല കിട്ടാ പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല കനവുകളെന്നിതിലെ കതിരൊളിയെന്നരികെ കനലുകളൊന്നകലെ കുളിരല വന്നിവിടെ പൊന്നോണി കിളി വന്നത് പോലുണരോ എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീഴില്ല കിട്ടാ പോവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീഴില്ല കിട്ടാ പോവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല
Ulala, ulala, tabala gopala, kisula ada pesta pisu kai mundu becha pala. Are ta 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 ta, shikaya maja kasu karmaza, rohi je ta ta hani roja, lokala dita pune manja, dike patabo, natin ke patabo, orgete history repeats. Bidi नीचे ये गत्त वाला bidi macam kamat ko gela bidi kanchu pala bidi chamatal lo tadip ko gela
എക്സ്ക്യൂസ് തരുന്നത് പക്ഷെ തന്നില്ല. പക്ഷെ ഞാൻ ബുദ്ധിയുള്ളതാട്ടോ. ഞാൻ വിചാരിച്ചു പാട്ട് പാടാൻ വിളിച്ചാലും ഡാൻസ് കളിക്കാൻ വിളിച്ചാലും ഞാനൊരു കാര്യം എഴുതിക്കൊണ്ട് വന്നു, അതേ പറയത്തുള്ളൂ. പക്ഷെ എഴുതിക്കൊണ്ട് വന്നത് ശരിക്കും മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ്, അത് പറയുക. പിന്നെ റെബിനോട് ജസ്റ്റിനോട് ഏത് കാര്യം സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങൾ മൂന്നും കളിച്ച് വളർന്ന നിമിഷങ്ങളാണ് കേട്ടോ ഓർത്തു പോകുന്നത്. ഈ സമയത്ത് ശരിക്കും പപ്പാനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ചെറുപ്പകാലത്തെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതാണെങ്കിലും ഒത്തിരി മനോഹരമായിരുന്നു കേട്ടോ. ഒരുപാട് സുഖങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിലേറെ മനോഹരമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. ഞങ്ങൾ മൂന്ന് തമ്മില് ഇന്ന് വരെ ഒരു വഴക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പൈസയുടെ പേരിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയെങ്കിലും പേരിലാണെങ്കിലോ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മൂന്നിന്റെയും ഈ സഹോദര്യ ബന്ധത്തിന്റെ ഒരു പുറകിലുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒറ്റത്തൈയില് ജനിച്ചു വളർന്ന് ഇടുക്കിയുടെ മനോഹരമായ പ്രദേശങ്ങളിലേക്ക് മാറി അവിടെ പഠിച്ചു വളർന്ന കുട്ടിക്കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ജീവിതത്തിന്റെ യാത്രയുടെ പുറകില് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സഹായവും ഉണ്ട്. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തോട് ഞങ്ങൾ എന്റെ ഓർമ്മകൾ കടന്നു പോകുമ്പോൾ അന്നൊന്നും ഞാനിത് സ്വപ്നം കണ്ടിരുന്നില്ല. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞങ്ങൾ സ്വപ്നം പോലും കണ്ടില്ലാത്ത കാര്യങ്ങള് ദൈവം അത് യാഥാർത്ഥ്യമാക്കി തീർത്തു. അതിന് ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ പോട്ടെ. ഇനിയിപ്പം ഇന്നത്തെ മെയിൻ നമ്മുടെ ആൾക്കാരായ റെബിനിലേക്കും ജസ്നയിലേക്കും തിരിയാം. അപ്പം റെബിനോടും ജസ്നയോടും പറയാനുള്ള പറയാം. എന്റെ കല്യാണ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു നീയും പെട്ടോ, നിന്റെ സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞു, ഇനി കഴിയും. കാരണം നമ്മൾ മറ്റൊരാളുടെ കയ്യിലോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ബാച്ചുലർ ലൈഫിന്റെ സുഖങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ പറയും. അത് നമ്മൾ പൊതുവെ ഇങ്ങനെ കേൾക്കുന്നതാണല്ലോ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തില് ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുകളിൽ ഒന്നാണ് കുടുംബജീവിതം. അത് കുടുംബം സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളൊക്കെ ആകുമ്പോൾ അതിനൊരിക്കൽ കൂടെ അങ്ങ് മധുരം കൂടുക. നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും എല്ലാം സെപ്പറേറ്റ് രണ്ട് തരത്തിലുള്ളവയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകാം, ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള ഒരു സ്നേഹമില്ല. അതായത് ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആ സ്നേഹം ആ വഴക്കുകളുടെയും പരിഭവങ്ങളുടെയും ഒക്കെ മുകളിലാണെങ്കിൽ ആ സ്നേഹത്തിന്റെ സ്ഥാനമെങ്കിൽ ആ വഴക്കുകളും പരിഭവങ്ങളും അതിന്റെ താഴെ വെച്ച് മാഞ്ഞു പോകും. ആ സ്നേഹത്തിന്റെ മുകളിലേക്ക് അത് പോകില്ല. അത് ഒരു ദിവസം കൊണ്ട് മാഞ്ഞു പോകും. അപ്പൊ എപ്പോഴും സ്നേഹത്തിനായിരിക്കണം പ്രാധാന്യം. നിങ്ങളൊരു കുടുംബമാകുമ്പോൾ നിങ്ങൾ ഒന്നായി, അപ്പൊ ആ സ്നേഹത്തിനായിരിക്കണം പ്രാധാന്യം. പിന്നെ പറയാനുള്ളത് നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് വളർന്നാലും ദൈവത്തെ മറക്കരുത്. കാരണം നമ്മുടെ ഓരോ ദിവസങ്ങളും നമുക്ക് ദാനമായി കിട്ടിയ ഒന്നാണ്. ദൈവമാണ് നമുക്കത് ദാനമായിട്ട് തന്നത്. പണം നമുക്ക് ഒരുപാടുണ്ടാകും, പക്ഷെ പണം ഒരിക്കലും നമ്മുടെ തലയുടെ മീതെ പറക്കരുത്. കാരണം പണം നമ്മുടെ തലയുടെ മീതെ പറന്നാൽ നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ ആഴങ്ങൾ ഉറപ്പായിട്ടും കുറഞ്ഞു പോകും.
പണം നമ്മുടെ ലൈഫിലെ വലിയൊരു മാറ്റമാണ്. അതിന് അതിൻ്റെതായ സ്ഥാനം കൊടുക്കുക. അതിനും ഉപരിയായിട്ട് കുടുംബവും കുടുംബത്തിലെ സ്നേഹങ്ങളും നിങ്ങളെ ഉയർത്തിപ്പിടിക്കുക കേട്ടോ. പിന്നെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ജസ്നമോള് UK എൻ്റെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് 45 മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും. റെബിനും ഉടനെ അങ്ങോട്ട് വരും. റെബിൻ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് നല്ലൊരു അസൽ ഷെഫാണെന്നാണ് പറഞ്ഞത് കേട്ടോ. റെബിൻ ദുബായിൽ ഷെഫായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ എടുത്ത വായിൽ ഞാൻ പറഞ്ഞു അവിടെ വരുമ്പോൾ എനിക്ക് നല്ലൊരു എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറയാണ് ഞാൻ സാലഡ് മാത്രം ഉണ്ടാക്കുള്ളൂ. പിന്നെ ജസ്നയുടെ ഒരു കാര്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും പറയാം. ഒരുപാട് ഡ്രസ്സ് മേടിച്ചു കൂട്ടും. അപ്പൊ അതിനകത്ത് ഒന്ന് പിടിച്ചോട്ടോ. ഇവന്റെ ഒരു കുരുത്തക്കേട് പറയാം. പക്ഷെ പെട്ടെന്ന് ചോദിച്ച സമയത്ത് മുത്ത് നമ്മുടെ അനിയത്തി കേട്ടോ, ഇവന്റെ പെങ്ങള് നേരത്തെ വന്നില്ലേ. അപ്പം ചെറുപ്പത്തിൽ ഇവര് രണ്ടുപേരുള്ള സമയത്ത് ഒരു മരിച്ചടക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവനൊരു വെള്ളത്തുണിയൊക്കെ വിരിച്ച് ഇവളെ കിടത്തിയിട്ട് കുറെ പൂവൊക്കെ ഇട്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു എന്നാ പറയുന്നത് കേട്ട്. അതൊരു ഭയങ്കര കുരുത്തക്കേടായിട്ട് നമ്മളിങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പം അതൊന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. പിന്നെ ചോദിച്ച കാര്യം സൂക്ഷിക്കേണ്ട കാര്യം അല്ലേ. അതിനു മുന്നേ ഞാനും ജിസ്മി ചേച്ചി പറഞ്ഞ പോലെ വളരെ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ പറയാണ്, നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ട് ആശയുടെ അമ്മയുടെയും ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പം അതിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവശക്തനായ തമ്പുരാന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവൻ ഇനിയിപ്പം ജസ്നയുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇവരൊരു പുതിയൊരു കുടുംബജീവിതം തുടങ്ങുകയാണ്. നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഭൂമിയിൽ ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ ഭൂമിയേക്കാൾ ഏറെ സ്വർഗമാണ് സന്തോഷിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഇനി മരണം വരെ ഇവരെ ഒന്നിച്ചായിരിക്കുകയും അതുപോലെ തന്നെ എല്ലാ സുഖദുഃഖങ്ങളും ഇവരൊന്നിച്ച് പങ്കിടുവാനുള്ള ഒരു എല്ലാ സാഹചര്യവും ഉണ്ടാകട്ടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതേപോലെ ഇവന്റെ ഒരു സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഒരു ലാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വീട്ടില് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും. അപ്പൊ ജസ്റ്റിന് അതൊന്ന് റെഡി ആയിട്ടിരുന്നു. കാരണം ഫുഡിന്റെ കാര്യത്തിൽ അവൻ നല്ല മിടുക്കനാണ്. അവന് നേരത്തെ പറഞ്ഞല്ലോ അവൻ എല്ലാം ഉണ്ടാക്കും. അവന്റെ ചില്ലി ചിക്കനൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം നന്നായിട്ട് അവൻ ഉണ്ടാക്കും. അവിടെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള എല്ലാം അവൻ സെറ്റാക്കി തരുവേ. വലിയ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആങ്ങളെ നിങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവൻ പറഞ്ഞത് ഞാൻ സലാഡ് മാത്രം ഉണ്ടാക്കുന്ന ഷെഫാന്ന് കേട്ടോ. അത്രയും സ്നേഹം. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഓൾ. बचायो डब्बल पड़ते राजा डब्बल पड़ते रो डब्बल पड़ते रो మంజరి మాయమ్మ పేరు తలవనోడు నేను బెసిరే కళాకారుల మేమలు అని నీ కచ్చగడి కడిగిన తోడు గింపరాతి ఏమదిక రాజు మరి నా కాసు బావలితో ఎప్పుడింటికి ఏమదిక రాజు మరి నా కాసు బావలితో ఎప్పుడింటికి కూర్చొని మాట్లాడండి.
കലാസ്നേഹികളെ, നിങ്ങൾക്കായി ഇതാ ഒരു തേക്ക് കാണാം. ഇതുവരെ കേട്ടിട്ടുള്ള തേപ്പാട്ടൊന്നും അല്ലത്, ഒരു വെറൈറ്റിയാ. കിണ്ണെണ്ണം പറഞ്ഞപ്പോ കൂമ്പിലിട്ട് ഇടിച്ച് എന്റെ പൊന്നു സാറിന്റെ പെണ്ണെന്നെ ചതിച്ച് കാശുകാരൻ തിരിച്ചപ്പോ അവറ്റങ്ങ് സുഖിച്ച് എന്നെ തട്ടിക്കളഞ്ഞിട്ട് പുളിങ്ങൊന്ന് പിടിച്ച് ഒറ്റപ്പെട്ട വിഷമത്തിൽ പാറിപ്പോയി കുടിച്ച് ഒന്നാമത്തെ അടിച്ചപ്പോ കരളൊന്ന് ഞെരിച്ച് രണ്ടാമത്തെ പെക്കിനായി മനമങ്ങ് കുടിച്ച് മൂന്നാമത്തെ പെക്കുഴിച്ച് നമ്പർ ഞാൻ കറക്കിയിട്ട് തീർത്ത് കൂട്ടി അടിച്ചിട്ട് തള്ളക്കാൻ വിളിച്ചു. ചതിച്ചടയുണ്ട് എന്നെ മുഖത്തെ പൊട്ടിക്കൊണ്ട് എന്റെ തേച്ചടാവുന്നു. ചതിച്ചടയുണ്ട് എന്റെ വല്ലം പോയടാവുന്നു. ചതിച്ചടയുണ്ട് മുഖത്തെ പൊട്ടിക്കൊണ്ട് എന്റെ തേച്ചടാവുന്നു. ஆமா, உங்க ஆடுறதுக்கு ஊரே ஆடுவேன். அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള്. പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്, ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. നീ ചിരിച്ച ആ ചിരിയിൽ ചിരിയില്ലേ മൊത്തം പോക്ക
അവൾക്കിനി എന്നും പെരുന്നാൾ അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാൾ അനുഗ്രഹം വേണം പുണ്യാള അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ ഒന്നു വന്നെൻ ചാര